ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ടുറക്സ് മോമനെ വെച്ചാണ് ഗൈസ്. എൻ്റെ പിന്നറിയാ ഇവിടെ വേറെ ടിറക്സ് കിടപ്പുണ്ട്. ഓ ഇവന്മാരെ ട്രിക്ക് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഓ എന്നെ കൊല്ലുന്നേ. ബ്രോ വാട്ട് ബ്രോ, എന്തിനാണ് എന്നെ കൊല്ല ഇവന്മാരെല്ലാം പെടുന്നത്? ഞാൻ എൻ്റെ തിന്തിയടാ. എന്നെ കൊല്ലല്ലേ ബ്രോ, എന്നെ കൊല്ലല്ലേ. ക്യാമറ ഉണ്ട് ഇങ്ങനെയാണ്. ഓക്കെ സെറ്റ്. അപ്പം ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗൈസ്. ഇന്ന് നമ്മൾ കളിക്കാം. ഞാൻ എന്തോ പറഞ്ഞത് എന്ന് പറയുന്നത്. ഗൈസ്, ഇന്ന് നമ്മൾ ടിറക്സിനെ വെച്ചാണ് കളിക്കുന്നത്. അപ്പം ഒരു ബ്രോ പറഞ്ഞായിരുന്നു 10 കിൽ, അതും ടിറക്സിനെ വെച്ച് പറ്റും. പക്ഷേ റോത്ത് ഫുള്ളാക്കാതെ നമ്മൾ എങ്ങനെ 10 കില്ല് എടുക്കാനാണ്? എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് അങ്ങ് പോവാം. ഇവന്മാർ കുറച്ച് സീന. ഇടോ ഇവൻ്റെ മോനെ, എന്നെ കൊല്ലല്ലേ മോനെ. ഹലോ, എന്നെ കൊല്ലല്ലേ. നമുക്ക് കളിക്കാൻ അറിയാം. എന്നെ കൊല്ലല്ലേ. ഇവൻ്റെ ഗ്യാങ് ആണ് ഇവന്മാർ രണ്ടും ഗ്യാങ് ആണ് കേട്ടോ, അതാ ചുമ്മാ അല്ല. ഇതാണ്ട് അവനെ ഇന്നാനുള്ള സാധനവും മറ്റവനെ ഇന്നാനുള്ള സാധനം അവിടെ ഫോണാവും. അതുകൊണ്ട് അവന്മാർ രണ്ടും അവിടെ ഇരിക്കുന്നു. അതുകൊണ്ടൊരു കുഞ്ഞത് പോകുന്നു. അവനെ അങ്ങ് കാഴ്ചാലോ. എന്തിനാണോ മറ്റവൻ ബാക്കി വരുന്നുണ്ട്. അവനല്ല, അവനെ കുത്തുന്നു. എന്തിനാണോ അവനെ കുത്തുന്നു. അതുകൊണ്ടില്ല, അവനെ നമുക്ക് കാച്ചാം. ഫ്രണ്ടിൽ പോകുന്നവനില്ലേ, അവനെ നമുക്ക് ഫസ്റ്റിലങ്ങ് കാച്ചാം. നിൽക്കണം അവനെ അവിടെ. അവനെ കാണുന്നില്ല. എന്തിയുടെ അവൻ? അതുകൊണ്ട് കയറിപ്പോൾ അവന് സ്പീഡാണ് കഴിച്ചു. നമുക്ക് അത്ര സ്പീഡില്ലാത്തതുകൊണ്ട് നമ്മളെങ്ങനെ അവനെ കാച്ചാനാണോ ആവോ. എന്തായാലും മാക്സിമം നമുക്ക് നോക്കാം ഗൈസ്. താഴെ ഇതുമ്പോൾ ഞാൻ എന്നെ കടിക്കാൻ വന്നിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ ചത്ത്. എന്തോ അവസ്ഥയൊക്കെ നോക്കിയേ. എന്നെ ഈ സ്ഥലത്ത് തന്നെ കൊണ്ട് താഴ്ച്ചു. അതുകൊണ്ട് അവന്മാരുണ്ട് കാടി. അവന്മാർ ടീമല്ലടാ. ടിറക്സിനെ ആരപ്പിക്കുന്നു. ടിറക്സ് വേഴ്സസ് അവൻ്റെ പേര് കുത്തുന്ന സാധനം. അത് വലുതാടാ. കുത്തുന്ന സാധനം വലുതും പിന്നെ ടിറക്സ് ചെറുതും കണ്ട. ചെറുതല്ല, മീഡിയം. അഡൽറ്റായിട്ടില്ല. അമ്മയുടെ 3ാമത്തെ സ്റ്റേജാണ് കണ്ട. ഈ ഫോട്ടോയിൽ 3ാമത്തെ സ്റ്റേജാണ് കണ്ടവൻ. കടിച്ചു കൊന്നവനെ. കൊന്നോ? ഇല്ലില്ല, അവന്മാർ PvP കേട്ടോ. ഞാൻ വിചാരിച്ച അവന്മാർ രണ്ടുപേരും കടിപിടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാവുമായിരിക്കുന്നു. പക്ഷെ തെറ്റ് പറ്റി. ഇവിടെ കുരിയല്ലേ. ഞാൻ ഇത് കൊക്കയായിരിക്കും. ഇപ്പം താപൂരങ്ങ് പോയാന്. കൊക്കയല്ലല്ലോ. എടാ മോനെ, വെയിലടിക്കുന്നുണ്ട്. എന്ത് സീൻ, എന്ത് മനോഹരമായ സീൻ. സീൻ. ഇവിടെ എന്നെ ഫുഡ് കിട്ടുന്നത്. പാവില്ല, അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ആ കുത്തിക്കൊന്നേനെ. ഒന്നും പറയാനില്ല, അവൻ കുത്തിക്കൊന്നേനെ. കാര്യമായിട്ട് ഇറക്സ് അവിടെ കിടന്നേ. ഇല്ലെങ്കിൽ എന്തോ ചെയ്തേ. അമ്മ രണ്ട് ടീമായിട്ട് എന്നെ കൊന്നെങ്കിൽ എന്തോ ചെയ്തേനെ. നമ്മളതൊന്നും ചിന്തിക്കണ്ട. നമ്മളെ കൊന്നില്ലല്ലോ, എന്ത് നമ്മൾ പേടിക്കുമോ. 52 മിനിറ്റോ. അഡൽറ്റ് ആവാൻ 52 മിനിറ്റ് ഉണ്ട്. എൻ്റെ പൊന്നെ, അത് ഏത് കാലത്താവാനാണ്. കഴിച്ചില്ല ബ്രോ പറഞ്ഞ പോലെ നമുക്ക് 10 കില്ല് വേണം കഴിച്ച്. 10 കില്ല്. അതുകൊണ്ട് ഇടം മൊത്തം വലിയ ഡൈനോസറാണ്. എങ്ങനെ അടിക്കാനാണ് ഈ 10 കില്ലൊക്കെ. അയ്യോ നോക്കാൻ കഴിച്ച്. നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. എൻ്റെ മണി ഒരു കൊക്കയാ. പിന്നെ അതൊക്കെ ഡാമേജ് കിട്ടുമോ നോക്കാം. എന്തായാലും നമുക്ക് ട്രൈ ഇറങ്ങി നോക്കാം. എന്തിനാ വൈകില്ലേ. അയ്യോ കാലൊടിഞ്ഞു. ഇല്ല. ഒരു 10. സോറി മോനെ. ഓടാ കാടിക്കുന്നടാ. അവൻ കടിക്കുന്നടാ. അയ്യോ, അവനെ കടിച്ചെന്നെ കൊന്ന നാണക്കേടാ. ചന്തിക്ക് പിടിക്കുന്നു. ഓടാ. ചന്തി വെള്ളത്തിൽ മുക്കി വെക്കാം. എടാ ചുടുക്ക് കിടക്ക. കടി. വാ കിട്ടി. പെട്ടടാ. അവനെ കിട്ടിയേനെ. അവനെ ഇങ്ങോട്ട് ഓടിപ്പോകാൻ സാരമില്ല. കടിക്കാൻ പറ്റും. ഓടിക്കില്ലേ. ഓക്കെ. നീ ആരോടാ കളിക്കുന്നത്? എൻ്റെ മോനെ ഒന്നും കാലം ചന്തിക്ക് കടിച്ച് ഞാൻ എന്നെ കൊല്ലുമായിരിക്കുന്നത്. പക്ഷെ അവനൊരു പൊട്ടനാണ് കഴിച്ചത്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലായിരുന്നു. എപ്പോഴേ അവൻ എന്നെ കൊല്ലായിരുന്നു.
ഓക്കെ, ഫുഡ് വയറ് നിറഞ്ഞല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നേരെ എങ്ങോട്ടാ പോകണ്ടേ? ഓ, രാവിലെയാണ് പറഞ്ഞ പോലെ ഭാഗ്യം. എല്ലാ സമയത്തും രാത്രി കുറച്ച് ഫുഡ് കൂടെ എടുത്തേക്കല്ലേ, ഇല്ലെങ്കിൽ പണിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വിശക്കുമ്പോൾ എന്തോ ചെയ്യും, പിന്നെ ഫുഡൊന്നും കിട്ടത്തില്ല. പിന്നെ ഫുഡ് കിട്ടാൻ കുറച്ച് താമസമായിരിക്കും. അപ്പം അതിനെക്കാട്ടും നല്ല നമ്മൾ കുറച്ച് ഫുഡ് ഇത് എടുക്കാൻ പറ്റത്തില്ല. അത് ഇതിന് മെയിൻ പ്രശ്നം. ഇതെടുക്കാൻ പറ്റത്തില്ല. എടാ എടുക്ക്. എടാ എടുക്കാൻ പറ്റത്തില്ല. ആ ഓക്കെ, സെറ്റ് കഴിച്ച് നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നേരെ എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മുടെ ഇതുവരെ നേരെ അവിടോട്ട് തന്നെ പോകാം. F7 പോകും. H5 4 PvP നടക്കുന്ന സ്ഥലമാണ്. മറ്റേ ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പം ആ സ്ഥലത്തോട്ട് പോയാൽ ഇപ്പോഴേ അവന്മാരെ PvP ചെയ്യാൻ പോലും നമ്മളായിട്ടില്ല. നോക്കി ഇച്ചിരിയേ ഉള്ളൂ കണ്ട്. നമുക്ക് കുറച്ചുകൂടി ഇതായിട്ട് വേണം PvPക്കൊക്കെ ഇറങ്ങാൻ. ഇത് വെള്ളത്തിൽ കൂടെ ഞാൻ ഇത്ര നീളമുണ്ടോ നമുക്ക്? നമ്മൾ നീണ്ടു വരുന്നതേ. എൻ്റെ പൊന്നെ. ഇനി നമുക്ക് നേരെ ആ സ്ഥലത്തോട്ട് തന്നെ പോകാം. നമ്മുടെ ഭാഗം. എനിക്ക് പണ്ട് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എങ്ങനെയാണ് ഒരു മുതലേ കൊണ്ടുവരണം. ഒരവണ കൊണ്ടുവന്നിട്ടുമുണ്ട്, ചത്തിട്ടുമുണ്ട്. പിന്നെ ഞാൻ അതങ്ങ് മാറ്റിട്ടു. പിന്നെ എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഓക്കെ, നേരെ അവിടോട്ട് തന്നെ പോകാം. നമ്മുടെ ഏരിയയിലോട്ട് തന്നെ. G7 നമുക്ക് നേരെ G7. ഇത് അനങ്ങി ഇതായിരുന്നു ഈ ടിറക്സ് പോകുന്നത്. ഇച്ചിരി സ്പീഡില്ല ഇവർ. ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ചെറുതാണ്, നമ്മൾ ഇച്ചിരിയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഹെൽത്ത് എങ്ങനെ ഉണ്ടോ? 200 സംതിങ് ഹെൽത്താടി. ഞാൻ എളുപ്പമൊന്നും ചാവത്തില്ല, ചാവും. പക്ഷേ ഇച്ചിരി താമസമുണ്ട്. ഡാമേജ് 15, സ്പീഡ് 631, സ്വിമ്മിങ് 219 31 ഇപ്പം 34 കണ്ട്. നമ്മുടെ സ്പീഡ് കൂടി വരുന്നുണ്ട്. നമ്മളത്തെ ഹെൽത്ത് നമ്മുടെ നീളമൊക്കെ കൂടി നമ്മൾ വലിയൊരു ടിറക്സ് ആവുമോ? ഇന്ന് ഈ കാലത്തൊന്നും ഈ ടിറക്സ് വലുതാവത്തൊന്നും ഇല്ല. ഇനി കുറച്ച് നാളോട്ട് എടുക്കും. നോക്കിക്കോ. അവിടെ താഴെ ഫുഡാണോ കാണുന്നത്? അല്ല, അത് കുമളാണോ? മണപ്പിച്ച് നോക്കാം. മണം വന്നില്ല. നമ്മുടെ മൂക്കിൽ ഈ സാധനം ഇരിക്കുന്നു. മൂക്കിലല്ല, പല്ലിൽ ഈ സാധനം ഇരിക്കുന്നതുകൊണ്ട് മണമൊന്നും പറ്റില്ലല്ലേ. അയ്യേ മണ്ടൻ ഞാൻ. ഇത്രയൊന്നും അറിയാത്തതല്ല ഞാൻ. എന്തോ കാണിക്കും. ഹെൽത്ത് കുറവല്ലേ, കുറച്ച് ഹെൽത്ത് ഇല്ല. ഇപ്പം താഴെ വീണന്നെ. അയ്യോ, ഇതാരാ? ഫ്രണ്ട് റിക്വസ്റ്റ് അല്ലേ? ഓക്കെ. ഇത് ചന്ദ്രനെ കണ്ടോ? നിലാവുള്ള രാത്രി തുടങ്ങുവാണ്. അയ്യേ, എന്ത് പാട്ടൊക്കെയാണോ? ഓക്കെ, നമുക്ക് നേരെ കാട്ടിലോട്ട് തന്നെ പോകാം. ഇവിടെ മോനെ എന്ത് മഞ്ഞു. ഞാൻ പറയാം, രാത്രി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ വെച്ച് രാവിലെ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ രാവിലെ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഗെയിമിൽ. എൻ്റെ മോനെ എന്ത് വൈബാ. കാട്. ഓക്കെ. നമ്മുടെ മേത്ത് പോച്ചൊന്നും തട്ടുന്ന നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ ഇച്ചിരി ഹൈജീനിക് ടിറക്സാണ്. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ സ്ലീപ്പിങ്ങൊക്കെ ഉണ്ട്. സ്ലീപ്പിങ്ങും പിന്നെ വെള്ളമൊക്കെ കുഴപ്പമില്ല. സ്ലീപ്പ് എന്നാലും ചെയ്തേ പറ്റും. നമ്മുടെ ഹെൽത്ത് കുറച്ച് കുറവാണ്. അപ്പോൾ സ്ലീപ്പ് ചെയ്തേ പറ്റും. എന്നിട്ട് നമുക്ക് ഇച്ചിരി മാറി ചെന്നിട്ട് സ്ലീപ്പ് ചെയ്യാം. കുറച്ചുകൂടി അങ്ങോട്ട് ചെന്നിട്ട് ഇപ്പം അവിടെ വേറെ ഡൈനോസറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ. അപ്പോൾ കാണാമല്ലോ, നമുക്കറിയാമല്ലോ. എങ്കിൽ ഇവിടെ ഇത്രേ വരെ പറ്റത്തുള്ളൂ. ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. രാത്രിയോടും അല്ലേ, രാത്രിയോടും കഴിഞ്ഞിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം. ഇതിപ്പോൾ ഉറങ്ങും പോനെ. എൻ്റെ സ്പീഡും ഉണ്ട്. ഇതിൻ്റെ ഇത് കൂടുന്നുണ്ടോ ഗൈസ്? അങ്ങനെ നമ്മുടെ ഗ്രോത്തും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ടുണ്ട്. കണ്ടോ, ഗ്രോത്തും ഫുള്ളായി, നമ്മുടെ സ്പീഡും ഫുള്ളായി. ഇപ്പോൾ നമ്മുടെ ഗ്രോത്ത് ഒന്ന് 20 കഴിഞ്ഞാൽ പൊളിച്ചേനെ. 45. ഇത്ര നേരം എടുക്കും ഇനി. ഓക്കെ, ഇച്ചിരി അങ്ങോട്ട് നീങ്ങും. കാട്ടിന് ഇച്ചിരി അങ്ങോട്ട് മാറട്ടെ. ഓക്കെ, സെറ്റ്. അപ്പം ഇവിടെ ഒന്നും ആരുമില്ല. ഫുഡ് താഴെ വെച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മളതിനെ പാട്ടായിട്ട് ഗ്രോത്താക്കാം. ഇന്ന് ഇതിനെ നമുക്ക് 2ാമത്തെ സ്റ്റേജ് എപ്പിസോഡ് ആക്കിയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് 4ാമത്തെ സ്റ്റേജ് അങ്ങനെ ആക്കി ഇതാക്കണം. അതുകൊണ്ട് ഫുഡ് നടന്നുണ്ട്. അവിടെ ഈ സ്ഥലത്തൂടെ പാലമുണ്ടോ? പാലമല്ല, എന്തോ സംഭവം ഉണ്ടല്ലോ. ഞാൻ അത് അന്ന് തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ല. ഇത് അപ്ഡേറ്റിന് ശേഷം കണ്ട ഇങ്ങനെ വന്ന്. നേരത്തെ ഒന്നും ഈ സാധനം ഇല്ലായിരുന്നല്ലോ അല്ലേ? ഇവിടെ ഉണ്ടോ വരി? കാണുന്നില്ലല്ലോ. മേളിലാണ്. എന്തോ വെയിറ്റ് ചെയ്തിരുന്നത്. ഭയങ്കര ഭാരമാണ് തോന്നിയിട്ട് എടുക്കുന്നത് കേട്ടോ. അവിടെ ഇത് തോന്നുന്നതാണോ? ഇനി വെള്ളത്തിലുണ്ടോ? ഗ്ലിച്ച് ഗെയിമിൽ ഗ്ലിച്ചാന്ന് തോന്നുന്നത്. അല്ല, ഇത് എന്തോ അങ്ങനെ വന്നേക്കുന്നത്.
ആ ഗൈസ് എന്തോ മിസ്റ്റേക്ക് പറ്റിയ തോന്നി ഇവന്മാർക്ക് മാപ്പ് ഉണ്ടാക്കിയപ്പോൾ. മോനെ ഫുഡ് കഴിക്കും. എടാ ഈ സ്ഥലത്തൊന്നും ആരുമില്ല. പണ്ടൊക്കെ ഈ സ്ഥലത്ത് ഭയങ്കര ഫൈറ്റാടാ. ഇപ്പം ഞാൻ വെച്ച് വെള്ളത്തിൽ വീണു. ഓക്കെ, നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം ഗൈസ്. വെള്ളമൊക്കെ കുടിച്ചിട്ട് ഫുൾ പവറായിട്ട് നമുക്ക് നമ്മുടെ ഈ രണ്ടാമത്തെ സ്റ്റേജിലോട്ട് പോകണം. ഓക്കെ, ഇപ്പുറത്തെ ഇങ്ങോട്ട് കയറാം. എൻ്റെ പെണ്ണുകൾ ഈ വെള്ളത്തൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണ്ട് എന്തോ പേടിയാണെന്നറിയാമോ? മുതല സാറ് വരുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പം വലിയ സീനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. മുതല വന്നു ഇപ്പോൾ. അത് എന്ത് ഡൈനോസറോ അത്? ഇത് നമ്മളെ കണ്ടോ? കണ്ട് ഇത് നമ്മളെ കണ്ട് കൊല്ലും. നമ്മളെ കൊല്ലല്ലേ മോനെ? കൊല്ലൂടാ ഇവൻ വന്ന്. ഇവിടെ അവൻ്റെ പിള്ളേരാണോ അത്? അല്ലല്ലോ. ഇവിടെ അവനെ കണ്ട അവൻ്റെ കുറേന്ന് വരുമ്പോൾ പിള്ളേരുടെ എന്തോ ആൾക്കാരൊക്കെ അതൊക്കെ ഗൈസ്. ഇപ്പം ഗൈസ് നമ്മുടെ ലെന്ത് എത്ര ആയതേ ഉള്ളൂ. ഇത് ലെന്ത് എന്താടാ കൂടാത്തത്? നമുക്ക് ഇച്ചിരി അങ്ങോട്ട് സേഫായിട്ട് വന്നിക്കുക, ഇല്ലെങ്കിൽ പണി കിട്ടും. ഇല്ലെങ്കിൽ നമ്മളെ അമ്മാരായി വേണ്ട. അതിൻ്റെ പുറേനെടുത്ത് ഓടി വന്നിട്ടുണ്ട്. അതിൻ്റെ പുറേനെടുത്ത് ഓടി പോകുന്നുണ്ട്. അവനെന്താണ് ആരും കൊണ്ടുപോയില്ലേ? അവിടെ അവൻ ഇങ്ങോട്ട് എന്തെങ്കിലും വരുവാണോ? അല്ലല്ലല്ല. കുമാരെന്തോ എടുക്കുക? അവനെ കടിക്കാൻ വേണ്ടി പോവാ? അല്ലല്ല. ഓ ബൈ എന്നെ കൊല്ലല്ലേ. എടാ ഇവൻ കൊല്ലൂടാ. കൊല്ലല്ലേ പ്ലീസ് ബ്രോ. അയ്യോ എൻ്റെ അമ്മച്ചി, എന്ത് ഭാഗ്യം നോക്കിയേ. കാല് പിടിച്ചിട്ട് നമ്മൾ രക്ഷപ്പെട്ട്. അവനെന്തോ ദയ തോന്നി. എൻ്റെ പൊന്നു, എന്തോ പൊന്നളിയാ. കുഴപ്പമില്ല. ഞാൻ വെച്ച് നമ്മളെ കൊല്ലുമെന്ന്. അപ്പം ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ഫുൾ ഗ്രോത്ത് ആകുന്നതായിരിക്കും. അപ്പം വരുന്ന എപ്പിസോഡിൽ നമുക്ക് ടിരക്സിനെ ഫുൾ ഗ്രോത്ത് ആകുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ഗൈസ്. ഞാൻ അവൻ എന്നെ കൊല്ലുമെന്ന് സീരിയസ് ആയിട്ട് പറയാം. അപ്പം എല്ലാവർക്കും ബൈ. അപ്പം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കില്ല. ബൈ.